പ്രിയപ്പെട്ടവരെ നമസ്കാരം. കോവിഡ് കാലം നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. വളരെ പ്രതിസന്ധി നിറഞ്ഞ, വളരെ പ്രതികൂലമായ ഒരു സ്ഥിതിവിശേഷം. ആ കാലത്ത് ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും ഒരുപാട് സംരംഭങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു സ്ഥാപനമുണ്ട്. അവരുടെ ഒരു സംരംഭം ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മെസോൺ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും സിഇഒയുമായ റാഷിദ് മുക്കത്തിനുമായാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. റാഷിദ് മുക്കത്ത് സാർ, താങ്ക് യു. റാഷിദ് സാർ, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ എഡ്യൂക്കേഷൻ മേഖലയാണ് നമ്മുടെ കേരളത്തിലേത്. വിവിധ സ്ഥാപനം, വലിയ ബ്രാൻഡുകളുള്ള വിവിധ സ്ഥാപനങ്ങൾ, ആ ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്രയും ധൈര്യത്തോടെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് ടൈപ്പ് ബിസിനസ്സാണ്. പൊതുവെ ഒരു ചർച്ചയാണ്. ഒന്ന് എഡ്യൂക്കേഷനും മറ്റൊന്ന് ഹോസ്പിറ്റലാണ്. എല്ലാ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും എഡ്യൂക്കേഷനും ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ല ബിസിനസ്. അപ്പോൾ ഇത് ഇപ്പോൾ സത്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓരോ പ്രത്യേകത, ഒരു ബിസിനസ് തന്നെയാണ്. ആരെന്തൊക്കെയാ പറയുകയാണെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ദി സ്ക്രീൻ എന്താണ് ബിസിനസ്സാണ്. ഞാൻ ഇതിൽ കണ്ട ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയോ അല്ലെങ്കിൽ വളരെ പൊട്ടൻഷ്യൽ ഒരു കുട്ടി നമ്മളെടുത്ത് വരുന്നു, അവർ നമുക്ക് ഫീസ് തരുന്നു. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ എന്തായിരിക്കും, ആ കുട്ടി വലിയൊരു സംഭവമായിട്ട് മാറുക ചെയ്യാം. അപ്പൊ നമുക്ക് ഈ മേടിക്കുന്ന ഫീസിൽ ആ കുട്ടിക്ക് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകുന്നു, അതുവഴി ആ കുട്ടിയിൽ മാറ്റം ഉണ്ടാകുന്നു, ആ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നു, അവരുടെ ഫാമിലിയുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതൊരു സമൂഹത്തിന് ഒരു വലിയൊരു ഒരു ഉപകാരം ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മള് ഓരോ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രയാസങ്ങൾ. ഇതെന്ന് പറയുന്നത് വളരെ ചിരിച്ചു വരുന്നു, വലിയ റിസൾട്ട് കൂടി ചിരിച്ചിറങ്ങി പോകുമ്പോൾ അപ്പൊ എനിക്ക് തോന്നി നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് വലിയ ബ്രാൻഡുകൾ കൊടുക്കുന്ന അതേ സിസ്റ്റം തന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. യൂട്യൂബ് ക്ലാസ്സുകൾ, മെന്റേഴ്സുകൾ, ജൂനിയർ ഫാക്കൽറ്റീസ്, ആപ്പുകൾ, അഥവാ ഒരു സാധാ നമ്മുടെ പ്രദേശത്തുള്ള ഒരു സ്ഥാപനം പോലെയല്ല മെസോൺ ഗ്ലോബൽ ഇതിനെ കാണുന്നത്. വളരെ സീരിയസ് ആയിട്ട് വലിയ ബ്രാൻഡുകളോടൊപ്പം തന്നെ മത്സരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത്രയും വലിയ എക്സ്പെൻസീവ് ആയ ഒരു മേഖല നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിൽ ഞാൻ നിങ്ങൾ പറയുന്നതിലൊന്ന് ഈ മത്സരം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമ്മൾ ക്വാളിറ്റി ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ എടപ്പാടാണ് വന്നത്, ഇപ്പൊ പട്ടാമ്പിയിലെത്തി, ചാവക്കാട് ഉണ്ട്, ഇനിയിപ്പോ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മലപ്പുറത്ത് നമ്മൾ വരികയാണ്. അതോടൊപ്പം നമ്മളുടെ ഇവിടെ എടപ്പാടിനോട് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ഒരു കുട്ടി നമ്മളെടുത്ത് വരുമ്പോൾ അവിടെ ഒരു A+ ഉള്ള കുട്ടികളെ സ്വീകരിക്കുക, എന്നിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, അത് നമ്മൾ ഭയങ്കരമാക്കുക എന്നൊരു സിസ്റ്റം അല്ല ഞങ്ങളത്. A+ ഉള്ളവനുണ്ടാവാം, A+ ഇല്ലാത്തവനുണ്ടാവാം. ഇതിനൊക്കെ വരുന്നത് അവന്റെ വലിയൊരു ആഗ്രഹം, അവന്റെ വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ +1 റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. 8A+ കിട്ടിയ കുട്ടിക്കാണ് സയൻസിൽ ഫുൾ മാർക്ക് കിട്ടുന്നത്. അതോടൊപ്പം ഞങ്ങളൊരു 7A+ കിട്ടിയ 10ാം ക്ലാസ്സിൽ 7A+ കിട്ടിയ കുട്ടി NIT അഡ്മിഷൻ തരാം. അത് വലിയൊരു പോയിന്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ അത്തരം CUET, അതുപോലെ മെഡിക്കൽ, ഈ മേഖലയിലൊക്കെ ഇതായിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ പരസ്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3-4 വർഷം കൊണ്ട് ഒരു സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ അച്ചീവ്മെന്റ്സും നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കി അവരെ പേഴ്സണലി മെന്റർ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ അക്കാഡമിക് ഇൻപുട്ടുകൾ നൽകി അവരെങ്ങനെ മൗൾഡ് ചെയ്ത് കൊണ്ടുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ അവർ റിസൾട്ട് ആവണം. ഇപ്പൊ ഈ വർഷത്തെ നീറ്റ് എക്സാമിന് വന്ന കുട്ടി, ടോപ്പറായ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഞാൻ അറിയുന്ന ഒരു സ്ഥാപനത്തിലാണ് ആ കുട്ടിയുടെ +1+2 സയൻസ് ട്യൂഷൻ ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി ഒരു ഗിഫ്റ്റഡ് കുട്ടി തന്നെയാണ്. അങ്ങനെ ചില കുട്ടികൾ ഇൻബോൺ ആയിട്ട് അവർ അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ, അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കുന്ന കുട്ടികളെ, നന്നായി മാർക്ക് കിട്ടുന്നുള്ള കുട്ടികളെ നമുക്ക് വിളിച്ചിരുത്തി അവർക്ക് ജസ്റ്റ് കേവലം ക്ലാസ് കൊടുത്താൽ റിസൾട്ട് ആവും. പക്ഷെ മറ്റേതൊരു റിസ്ക് ആണ്, ഒരു ടാസ്ക് ഏറ്റെടുക്കാം. സത്യത്തിൽ ഏതൊരു ബിസിനസിനെ കുറിച്ച് നമ്മൾ ഒന്നൊന്ന് പറയുന്ന സമയത്ത് വെഞ്ചർ എന്നാണ് നമ്മൾ അതിനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് ആക്കിയോ എന്ന് ചിലപ്പം ഇത് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടാവും. പക്ഷെ അതിന് അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സ്ഥാപനങ്ങളൊക്കെ ഏകദേശം സ്വാഭാവികം. നമ്മൾ എന്ത് സർവീസ് ആണെന്നും ചാരിറ്റി ആണെന്നൊക്കെ പറയുന്നത്, അതൊരു എന്റെ പേഴ്സണൽ ഒപ്പീനിയത്തിൽ അതൊരു കാപട്യാണെന്ന് ഞാൻ പറയുന്നു.
പ്രോഫിറ്റ് മോട്ടീവ് തന്നെയാണ്. സ്വാഭാവികമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ആൾക്കാര് ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ കേരളത്തില് മമ്മൂട്ടിയുടെ ഫ്ലെക്സും മോഹൻലാലിന്റെ ഫ്ലെക്സും ഈ സിനിമാ സെലിബ്രിറ്റികളാണ് പലവരുടെയും പിന്നെ എന്താ പറയാ പിന്നെ അവരുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ സത്യത്തിൽ ബിസിനസ് അല്ലെങ്കിൽ വെഞ്ചർ എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. കാരണം വെച്ചാൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിസ്ക് ഏറ്റെടുക്കുക. അപ്പൊ നമ്മൾ മെസോണിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് കുട്ടികൾ വരുന്നു, അവർ വലിയ പ്രതീക്ഷയിൽ വരികയാണ്, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും, അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് അർപ്പിച്ച് ഒരു കുട്ടി ഇവിടെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാം. കാരണം ആ കുട്ടിയുടെ എല്ലാ രീതിയിലും ആ കുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ ആ കുട്ടിക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, ചിലപ്പോൾ ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എത്ര നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല, ആ കുട്ടിയുടെ അക്കാഡമിക് എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇവിടെ നമ്മളും ഉദ്ദേശിക്കുന്ന ഇത്ര തന്നെയാണ്. നമ്മൾ എവിടെ വരുന്നോ എന്ത് ചെയ്യുന്നോ അവിടെ നമ്മൾ അക്കാഡമിക്കലി നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുകയും അതുവഴി കുട്ടിയിലേക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും നമ്മൾ ചെയ്തു കൊടുക്കുകയും എൻഡ് ഓഫ് ദി ഡേ കുട്ടി എന്താവും, സാറ്റിസ്ഫൈഡ് ആവും. അതുവഴി നമുക്ക് വലിയ സമാധാനം ഉണ്ടാവും. എനിക്ക് അതുപോലെ നിങ്ങളുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. പിന്നെ നിങ്ങളിവിടെ പിന്നെ ഒരു തമാശയും കളിയും എന്റർടൈൻമെന്റ് ഒന്നുമില്ല. നിലവിലുള്ള സ്ഥാപനങ്ങളൊക്കെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വെറും ചാട്ടവും കളിയെല്ലാണ്. പക്ഷെ ഇത് ആദ്യം നമ്മൾ മെസോൺ പാരന്റ്സിനോട് കുട്ടികളോട് പറയും ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഇവിടെ പഠിക്കുക എന്ന് മാത്രമുള്ള ഒരു സംഗതി, ഒരു കൺസെപ്റ്റാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു? കാരണം നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനങ്ങളൊക്കെ അത് ആ ഒരു സംഗതി പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ സ്വീകരിക്കുന്നത്. ടൂറ്, അതേപോലെ എന്റർടൈൻമെന്റുകൾ. ഇതിനെ തികച്ചും നിങ്ങളൊരു നെഗറ്റീവ് ഫീലല്ലേ ശരിക്കും ഇവിടെ ഇതില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇതിലൂടെ നിങ്ങൾ പാരന്റ്സിനും കുട്ടികൾക്കൊക്കെ കൊടുക്കുക, എന്നിട്ടും നിങ്ങളുടെ അവിടെ കുട്ടികൾ കൂടി വരുന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ ഈ ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. ഓക്കെ, എനിക്കൂടെ റഷീദക്കാക്ക് ഒരു 45 സ്വാഭാവികമായിട്ട് +1 +2 പഠിക്കുന്ന കുട്ടി ഉണ്ടാവാൻ സാധ്യത. റഷീദക്ക ഇഷ്ടപ്പെടുന്ന ക്യാമ്പസ് എങ്ങനെ? അത് പറഞ്ഞു കൊടുത്തതിന് മറുപടിയല്ലോ. റഷീദക്ക അല്ലെങ്കിൽ റഷീദ് സാറിന്റെ കുട്ടി പഠിക്കേണ്ട ക്യാമ്പസിൽ അവിടെ DJ വേണം, റാപ്പ് ഡാൻസ് വേണം, അവിടെ ടൂറ് വേണം. എൻ്റെ കുട്ടി ഏറ്റവും നല്ല ടൂറ് പോകുന്ന ഒരുപാട് ടൂറ് പോയ കുട്ടിയാവണം, എൻ്റെ കുട്ടി ഒരുപാട് ഡാൻസ് കളിച്ച കുട്ടിയാവണം, എൻ്റെ കുട്ടിക്ക് ഒരുപാട് പിന്നെ പാട്ടിനനുസരിച്ച് കാണാൻ പറ്റുന്ന കുട്ടിയാവണം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റഷീദക്ക ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് പെട്ടെന്ന് പറഞ്ഞില്ല. തന്നെയാണ് അതിന്റെ മറുപടി. അതായത് പാരന്റ്സ് എന്താഗ്രഹിക്കുന്നു അതാണ് നിങ്ങൾ. പാരന്റ് എന്ന് പറയുന്നത് അതൊരു നിമിത്തം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കുട്ടി എന്ന് പറയുന്നത് അവന് സമൂഹത്തിൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുടെ പുതിയ ഇന്നോവേഷൻസ് ആണ് ഇന്ന് നമ്മുടെ നാട് ഇത്രയും ഫ്ലറിഷ് ആയിട്ട് നിൽക്കുന്നത്. എല്ലാവരും ഡാൻസിന്റെ ഇതിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പോ റഷീദ് ചോദിച്ച ചോദ്യത്തിന് ആ വയറ്റിൽ വലിയ പിന്നെ എന്താ പറയാ, നമ്മളെ കുട്ടികളുടെ ഇടയിലേക്ക് ഒരു ചർച്ചയാണ് നിങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതിനൊരു വ്യക്തമായ രീതിയിലേക്ക് പറയാം. പിന്നെ ഈ ഒരു കുട്ടി ഒരു പാരലൽ സിസ്റ്റത്തിലേക്ക് വരുന്നത് പഠനം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. കാരണം നമുക്കറിയാം നമ്മുടെ അടുത്ത് വരുന്ന അധികം കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. അവർ കുറച്ചും കൂടി അക്കാഡമിക് ഡെപ്തിലേക്ക് കാര്യങ്ങൾ ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂഷൻ സെന്ററുകൾ അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകളെ ആശ്രയിക്കുന്നത്. അവിടെ ഒരു DJയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ റാപ്പ് ഡാൻസുകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിംഗേഴ്സിനെ കൊടുന്ന് മക്കളെങ്ങനെ എന്റർടൈൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോൾ തോന്നുമ്പോഴും അത് നെഗറ്റീവായിട്ടാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ക്യാമ്പസുകളിൽ ഇത്തരം പ്രോഗ്രാം വേണ്ടെന്നൊരു തോന്നലുണ്ടാവും. ക്യാമ്പസുകളിൽ അക്കാഡമിക്കലി കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും നല്ലതാണ്. അപ്പൊ അത്തരം പ്രോഗ്രാമുകൾ തന്നെയാണ് മെസോണിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതിന് 100% നമ്മൾ ഇതിനെതിരാണ്. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കുട്ടി ഈ ട്യൂഷൻ സെന്ററുകളിൽ കോച്ചിങ് സെന്ററിൽ വന്ന് അവിടെ ഏറ്റവും നല്ല സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് ടൂറ് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മളെടുത്ത് വരുന്ന പാരന്റ്സ് അതല്ലല്ലോ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അവിടെ ഒരു ട്രാപ്പാണ്. കുറച്ചുകൂടെ അതിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങട്ടെ. കാരണം ചില പാരന്റ്സ് അത് മനസ്സിലാക്കണം. ചോദ്യം ചോദിച്ചുകൊണ്ട് പറയണം. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എനിക്ക് ഒരു 1500ഓളം കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ പഠിക്കും. നമ്മുടെ 3 ക്യാമ്പസുകളിലായിട്ട് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ഇവരെ ടൂർ കൊണ്ട് ഞാനൊരു ചെറിയൊരു കണക്ക് പറയാണ്, ഓഡിയൻസിനും കൂടി അത് മനസ്സിലായിക്കോട്ടെ. കാരണം ഇതിന് പിന്നിൽ വലിയൊരു ബിസിനസ് ഉണ്ട്. നമ്മൾ ഈ സത്യത്തിൽ ഈ A+ എന്ന് പറയുന്നത് ഇപ്പോൾ ഷിസാൻ അറിയുമെന്ന് അറിയില്ല, നമ്മൾ പഠിക്കുമ്പോൾ A+ന്റെ എണ്ണം കുറവായിരുന്നു. പക്ഷെ അന്നത്തെ കുട്ടികളുടെ ക്വാളിറ്റിയും ഇന്നത്തെ കുട്ടികളുടെ ക്വാളിറ്റിയും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സത്യത്തിൽ A+ എന്ന് പറയുന്നത് കുട്ടികളെ ഒരു പറ്റിക്കുന്ന ഒരു സാധനമാണ്. കാരണം അത് കിട്ടി A+ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി എന്തോ ആയി എന്നൊരു തോന്നലാണ്. പക്ഷെ അതിനൊരു ചേഞ്ച് ഇപ്പൊ വന്നിട്ടില്ലേ? അങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റുമോ?
അല്ല കുറച്ചും കൂടി ഒരു അതെന്താന്ന് വെച്ചാല് വളരെ സിമ്പിൾ ആയിട്ട് ഫുൾ A+ കിട്ടിയ കുട്ടികളോട് നമ്മൾ ചെറിയ സിമ്പിൾ മാത്തമാറ്റിക്സ് ഒന്നും ഒരു കൺഫ്യൂഷൻ ആവാണ്. അപ്പൊ A+ കിട്ടുക എന്ന് പറയുന്നത് മോശം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല, പക്ഷെ എവിടെയോ അതിൽ കുട്ടികളെ ഒരു പറ്റിക്കുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. ആ ക്വാളിറ്റിയിൽ വളരെ കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ സീരിയസ് ആകുമ്പോഴാണ് നമ്മളെ കുട്ടി എന്താവുക അടിപൊളിയാവാന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി കുട്ടികളെ ടൂറിൽ എന്റർടൈൻ ചെയ്യിക്കുന്ന ചില സിസ്റ്റം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് പറയുമ്പോൾ പലർക്കും എതിരഭിപ്രായം ഉണ്ടാവും. ഗവൺമെന്റ് ഇതിനൊക്കെ ശക്തമായ റെസ്ട്രിക്ഷൻ വെക്കണം. ട്യൂഷൻ സെന്ററുകളിൽ നിന്നും കോച്ചിങ് സെന്ററുകളിൽ നിന്നും ടൂർ പോലത്തെ പരിപാടികൾ കൊണ്ടുപോകുന്ന ചില റൂൾസ് തന്നെ വെക്കണം. കൊണ്ടുപോകാൻ സമ്മതിക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബൈറ്റ് പുറത്ത് വരുമ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവ്സ് നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ നമ്മുടെ ആശയങ്ങളും നമ്മുടെ ഐഡിയോളജിയും പറയാണ്ടൊരു കാര്യമില്ലല്ലോ. ഞാനിതൊരു ബിസിനസ് പറഞ്ഞുതരാം. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തനം കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1500 കുട്ടികളുണ്ട്. അപ്പൊ ഞാനത് ഇവർ 1500 കുട്ടികളെ ടൂർ കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ 100% 1000 കുട്ടികൾ ടൂർ വരും. ഇപ്പൊ ഇവിടെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് ടൂർ കൊണ്ടുപോകുമ്പോൾ ഈ 1000 കുട്ടികളെ ടൂർ കൊണ്ടുപോകുമ്പോൾ എത്ര ബസ് വേണ്ടി വരും? ഇതിലൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം വെച്ച് പോയാൽ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഈ എൻ്റെ കയ്യിൽ ഒരു 1000 കുട്ടികൾ ടൂർ പോകാനുണ്ടെന്നും അവരെ നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് ടൂർ ഓപ്പറേറ്റേഴ്സ് വരും. എന്നിട്ട് അവർ നമ്മൾ തമ്മിൽ ബാർഗെയിൻ ചെയ്യും. ഞാൻ കുട്ടിയുടെ 4000 രൂപ ഫീസ് മേടിച്ചിട്ട് എനിക്കൊരു സ്റ്റുഡൻറ്റിന് 500 രൂപ കിട്ടി കഴിഞ്ഞാൽ തന്നെ 1000 × 500 എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന വലിയ ഒരു പ്രോഫിറ്റാണ്. ഇത് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റും. ഇത് പറയുന്നതോടുകൂടി പല സ്ഥാപനങ്ങളും എന്തെങ്കിലും ഞങ്ങൾ ഇല്ലാന്ന് പറയും. പക്ഷെ എന്താണ് ഇതിന്റെ ആവശ്യം? കാരണം സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇന്നോടത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു മോട്ടിവേഷൻ ആവുമെന്ന് കാണിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം റഷീദ് പിന്നെ ശ്രദ്ധിച്ചോന്നറിയില്ല, നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. ഈ ടോപ്പേഴ്സിന്റെ ഒക്കെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ അവർ ടൂർ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ബൈറ്റും നമ്മൾ കണ്ടിട്ടില്ല. അവർ 12 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു, 6 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു. അവർക്കാണ് റിസൾട്ട് ഉള്ളത്. ചില കുട്ടികൾ പറഞ്ഞ മൊബൈൽ യൂസ് ചെയ്തിരുന്നില്ല. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കേരള ടോപ്പർ, ആ കുട്ടിയുടെ പിന്നെ ഒക്കെ പറയുന്ന വെച്ചാൽ 12 മണിക്കൂർ ഒരു ദിവസം പഠിക്കും, മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഫസ്റ്റിൽ എത്തുമ്പോൾ നമ്മളുടെ മക്കളും അവരല്ലേ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളുടെ ഒരു കേസ് പോയിന്റ് ആട്ടോ സാർ, ഈ സംഗതിയാണ് പോയിന്റ്. നമുക്ക് കൊടുക്കാനുള്ള കൃത്യമായ മെസ്സേജ് ആണത്. കുട്ടികൾ ഇത്രയും ടോപ്പേഴ്സ് ആയി എത്തുന്ന കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ ഈ സെലിബ്രേഷൻസിൽ ഒന്നുമില്ല. അത് കറക്റ്റ്. ഇനി ഇതിന് മറ്റൊരു ഒന്നും പറയണേ, ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഫെയിൽ ആവുന്ന അഭിപ്രായമൊന്നുമില്ല. അത് 100-ൽ 1-2 ആൾക്കാരാണ് അത് സംഭവിക്കുക. ചില കുട്ടികൾ എല്ലാ പരിപാടികൾക്കും പോയിട്ട് റിസൾട്ട് ആവുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അതിനൊരു വലിയ ലെവലിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ വലിയൊരു രീതിയിൽ ഈ കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് ചില നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് വലിയൊരു റിസൾട്ടാണ്. അതായത് നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലൊന്നും ഒതുങ്ങാൻ കഴിയാത്ത ഫ്രെയിമിന് പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന റിസൾട്ടാണ്. അപ്പൊ ഇതൊക്കെ എടപ്പാളാണോ അതോ നിങ്ങളുടെ 3 ബ്രാഞ്ചിനും കൂടി ഒന്നിച്ചാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പൊ ഇത് എടപ്പാളത്തെ മാത്രമാണോ? ആ ഒരു അതിലൊരു ക്ലാരിറ്റി വരുത്തിയാൽ വളരെ അങ്ങനെ ചില പരസ്യങ്ങൾ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പരസ്യം മറ്റൊരു സ്ഥാപനം ഇടേണ്ട ആവശ്യം എന്താ? ഒരു മെസോണിന്റെ റിസൾട്ട്, അത് മെസോണിന്റെ ഏത് ബ്രാഞ്ചിൽ പഠിച്ച കുട്ടിയാണല്ലോ അത് മെസോണിന്റെ റിസൾട്ട് ആണല്ലോ. ഇനി അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ അതൊരു ആശങ്ക തന്നെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത്, ഇപ്പൊ എടപ്പാൾ എടുക്കാം. ഇപ്പൊ എടപ്പാളിന്റെ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ് മേഴത്തൂർ പറഞ്ഞ സ്ഥലം, പാലക്കാട് ജില്ലയുടെ. ഈ പാലക്കാട് ജില്ല നമ്മുടെ മറ്റൊരു സ്ഥാപനമുണ്ട് പട്ടാമ്പിയിൽ. അപ്പൊ മേഴത്തൂരിൽ നിന്ന് കുറച്ച് കുട്ടികൾ എടപ്പാളിലേക്കും വരുന്നുണ്ട്, പട്ടാമ്പി ബ്രാഞ്ചിലേക്കും പോകുന്നുണ്ട്. MES ഉണ്ട് പൊന്നാനി, അവിടുന്ന് ചില കുട്ടികൾ അവിടെ വരുന്നുണ്ട്, എടപ്പാൾ വരുന്നുണ്ട്, ചില കുട്ടികൾ അവിടെ പോകുന്നുണ്ട്, ചാവക്കാട് ബ്രാഞ്ചിൽ പോകുന്നുണ്ട്. അപ്പോ ഈ മേഴത്തൂർ സ്കൂളിലെ ടോപ്പർ എടപ്പാളില് പിന്നെ വരാൻ സാധ്യതയില്ലേ? അപ്പൊ നമ്മളുടെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലാണ് മെസോൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഉള്ളത്. സത്യത്തിൽ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടും പാരന്റ്സ് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ പട്ടാമ്പിയിലും ചാവക്കാടും ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത്. കാരണം നമ്മളുടെ സിസ്റ്റം ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത്. 2 സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിട്ട് മാറാണ്. ഇനി ആ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കത്തന്നെ എടപ്പാൾ റിസൾട്ട് നമുക്ക് എടുക്കാം. കുറ്റിപ്പുറ സ്കൂളിലെ റിസൾട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങളെ പിന്നെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് ചെയ്ത് കിട്ടും. കുറ്റിപ്പുറ സ്കൂളിൽ ഇപ്പോൾ അവരുടെ ടോപ്പേഴ്സിന് റിസൾട്ട് ഇട്ടപ്പോൾ ഞങ്ങൾ ആ പോസ്റ്ററിൽ കാണുന്നത് കംപ്ലീറ്റ് മെസോണിയൻസ് ആണ്.
അത് എടപ്പാള് സ്കൂൾ ആവട്ടെ, പൂക്കറത്തറ സ്കൂൾ ആവട്ടെ, കുമരനെല്ലൂർ സ്കൂളുകൾ എടുത്ത റിസൾട്ട് അതായത് നമുക്ക് സ്കൂളിലെ ടോപ്പേഴ്സ് നിങ്ങൾ സ്കൂൾ ഡയറക്ടർ പോയി ചോദിച്ചു നോക്കും. അതായത് ഈ പറയുന്ന എടപ്പാള്, പൂക്കറത്തറ, കുമരനെല്ലൂര്, പിന്നെ തൃക്കാവ്, AV, അതായത് എടപ്പാളിന്റെ ചുറ്റുഭാഗത്ത് ഇവര് പറയുന്ന ചുറ്റുഭാഗത്തൊക്കെ ടോപ്പേഴ്സ് മെസോൺ തന്നെയാണ്. ഇനി ഇതിന് ഒരു മറുപടി ആയിട്ട് തന്നെ നമ്മൾ ജൂൺ 29 നമ്മളുടെ +1 ഒരു ഗംഭീരമായ ടോപ്പേഴ്സ് മീറ്റ് എടപ്പാൾ ബ്രാഞ്ചിന്റെ മാത്രമായിട്ട് നമ്മളൊരു പ്രോഗ്രാം. അത് നല്ലൊരു മറുപടി ആയിരിക്കും. നമ്മൾ മറുപടി ഒന്നല്ലേ, നമ്മളിത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് ഒരു കോമ്പറ്റീഷനും ഇല്ല. ബി ഫ്രാങ്ക്, ഞങ്ങൾ സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ബേസിക്കലി പിന്നെ ഈ നാട്ടുകാരനാണെങ്കിലും ഞാൻ എൻ്റെ പിന്നെ ഈ ഫീൽഡ് ഞാൻ വർക്ക് ചെയ്തൊക്കെ കോഴിക്കോട് ജില്ലയിലെ വടകരയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടുത്തെ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ എടപ്പാളത്തെ ഒരു അവസ്ഥ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിവിടെ വരുന്നു, നമ്മൾ തുടക്കത്തിലേ പറയുന്നു ഇവിടെ അക്കാഡമിക് അല്ലാത്ത ഒരു പ്രോഗ്രാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് എന്ത് ഇവിടെ ഇങ്ങനെയല്ല എന്നുള്ളതും. ഇവിടെ പിന്നെ ഇത്രയും റെവല്യൂഷൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെയാണ്. റെവല്യൂഷൻ ആയല്ലോ. കാരണം എന്ന് വെച്ചാൽ ചുറ്റുഭാഗത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ 99 എടപ്പാള് റിസൾട്ട് സംസാരിച്ചു തുടങ്ങിയില്ലേ. മറ്റുള്ള സമയത്ത് എവിടെ ഞങ്ങള് പണ്ട് ഇവിടെ ഏതെങ്കിലും ഫ്ലെക്സുകൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിന് മുന്നിൽ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പഴയ കാലത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കൂ. അല്ല, വളരെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ അതിൽ. ഇപ്പൊ ഞാൻ ഇതിന് വേറൊരു സാധനം പറയട്ടെ. എടപ്പാള് പിന്നെ പൊതുവെ, എടപ്പാളെന്നല്ല ഈ ഫീൽഡിൽ പൊതുവെ ചില കുട്ടികൾ പറ്റിക്കപ്പെടുന്ന നന്നായി. കാരണം ഒന്ന് ഫീസ് കുറച്ചു കൊടുക്കും, രണ്ടാമത് പിന്നെ എന്താ പറയാ അവരെ ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിലുണ്ടാവുന്ന ചില മോട്ടിവേഷൻസ് ഉണ്ട്. അതില് മക്കളെ ഇൻജെക്ട് ചെയ്തിട്ട് സത്യത്തിൽ നമുക്ക് സഹതാപം തോന്നും. കാരണം വെച്ചാൽ കുട്ടി എന്ന് പറഞ്ഞാല് അല്ലെ ഒരു പാരന്റിന്റെ വലിയൊരു സ്വപ്നമാണല്ലോ. അതിലിങ്ങനെ നമ്മളതിന് മാറ്റം വരുത്തും. ഓക്കെ, ഇനി ഞാനൊരു സംഗതി, ഇപ്പൊ നിങ്ങൾ പിന്നെ സെലിബ്രേഷൻ ഇല്ല, മറ്റ് കല ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്തൊക്കെ പിന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. നിങ്ങൾ സ്പർശ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൽ വലിയ വലിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് പ്രശസ്തരായ ആളുകൾ, ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് പാരൻസിനെ അടക്കം കൊണ്ടുവന്നിട്ടുള്ള വലിയ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യും. ഇതൊക്കെ ഒരു സെലിബ്രേഷൻ ആണോ, അതോ എന്താണ് നിങ്ങൾ കുട്ടികളും പാരൻസുമായിട്ട് സംവദിക്കുന്നില്ല? നമുക്ക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു ആഘോഷമാണല്ലോ. അപ്പോ ഇവിടെ എന്തിനാണ് കുട്ടി അഡ്മിഷൻ എടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ഫീസ് ഉള്ളത് നമ്മുടെ മെസോണിലാണ്. അതും ഞാൻ അറിഞ്ഞു. ഇവിടെ ഈ പ്രദേശത്ത് എന്തിനാ നമ്മളെ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നത്? റിസൾട്ട് ഉണ്ടാവാൻ. നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നു, റിസൾട്ട് ഉണ്ടാക്കിയിട്ട് അവരെയും അവരുടെ പാരന്റ്സിനെ നമ്മൾ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അതല്ലേ സെലിബ്രേഷൻ. അതാണ് പോയിന്റ്. അല്ലാണ്ട് കുറെ ലൈറ്റ് ഓഫ് ആക്കി ഡാൻസ് കളിക്കുന്നതിൽ എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. കാരണം ചിലപ്പം നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മൾ പഠിച്ച ക്യാമ്പസുകളൊക്കെ എനിക്ക് പുതിയൊരു കൾച്ചറായിട്ട് പാരന്റ്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അല്ല, അതല്ലേ വേണ്ടേ? ഇപ്പോ അതൊക്കെ ഒരു മൊത്തം ഒരു ടോട്ടൽ കേരളത്തിലെ ഒരു ഇതിലേക്കുള്ള ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ കുട്ടി എന്ന് പറയുന്നത് അത് എന്റെ ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ ഞാൻ കഴിഞ്ഞ് പണ്ടൊരു ബൈറ്റിൽ പറഞ്ഞിരുന്നു, നമ്മൾ ജനിക്കുമ്പോ നമ്മളുടെ മുന്നേ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയതാണ് നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. അതില് നമ്മളുടെ കോലമോ നമ്മള് ദൃശ്യമാവാത്തൊരു സമയത്ത്, ആ സമയത്ത്, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് മാതാവിന്റെ ഉദരത്തിൽ നമ്മൾ ജനിക്കാൻ തുടങ്ങി എന്ന് പിന്നെ അന്ന് മുതൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കുറിച്ച് എന്തൊക്കെ ആസ് എ പാരന്റ്സ് എന്തൊക്കെ നമ്മളെ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, ചില അച്ചീവ്മെന്റ്സുകൾ നേടുന്നു. ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് പാരന്റ്സിന്റെ കൂടെ അല്ലേ? ഇനി അത് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ ഹേർട്ട് തമ്മിലുള്ള ഒരു അല്ലേ ഇന്ന് നമ്മളുടെ കുട്ടികൾ ഇല്ലാത്തൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് ഇല്ല. കാരണം വെച്ചാൽ എന്റെ ഫാദറിന് അല്ലെങ്കിൽ റഷീദ് സാറ് ഫാദറിന് ഒരു ധൈര്യം ഇല്ല മക്കളെ കാര്യത്തിൽ. കാരണം അത്രയും കോൺട്രവേഴ്സി ആണല്ലോ. പിന്നെ മകൻ പാരന്റ്സിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവൻ എന്താ പറയാ ക്ലാസ്മേറ്റ്സുകൾ തമ്മിൽ അടിപിടി ഉണ്ടാകും. ഷഹബാസിന്റെ അഫാന്റെ കേസൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും ഉണ്ടായിട്ടില്ല. വലിയ നമ്മള് ഭയപ്പെടുത്തുന്ന ഒരു സംഗതി. അപ്പോ അവിടെ പാരന്റ്സ് തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോ ഞാൻ ചോദിച്ചോട്ടെ, റഷീദ് സാറുടെ മകള് ഡോക്ടറായി, എന്റെ മകള് മറ്റൊരു അച്ചീവ് ചെയ്തു. ഇതില് ഞാനാണോ റഷീദ് സാറ് മോൾ ഡോക്ടർ ആവുന്നതിൽ കൂടുതൽ സന്തോഷിക്കുക, റഷീദ് സാറാണോ സന്തോഷിക്കുക? നിങ്ങൾ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങളാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. സത്യത്തില് പിന്നെ എഡ്യൂക്കേഷന് നിങ്ങൾ ചെലവാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എഡ്യൂക്കേഷൻ കൊടുത്ത് ആ കുട്ടി അതിനെ ഫോളോ ചെയ്ത് ആ സിസ്റ്റം പഠിച്ച് ഡെവലപ്പായി ആ കുട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ
പിന്നെ കുട്ടി എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനല്ലേ, അവന്റെ പൊട്ടൻഷ്യലും ഒക്കെ ഇങ്ങനെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അല്ലേ കിട്ടില്ലേ. അപ്പൊ ഈ ഒരു സാധനം തന്നെയാണ് നമ്മളുടെ ഐഡിയോളജി. നമ്മൾ അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സയൻസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ്. ഇപ്പൊ വന്നിട്ടില്ലല്ലോ അത് ഇന്റഗ്രേറ്റഡ്, പണിപ്പുരയിലായിരിക്കും. അപ്പൊ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ്, അതേപോലെ കൊമേഴ്സ് അക്കാഡമി, ഈ രൂപത്തിൽ ഇവിടേക്കൊക്കെ നമ്മളൊരു മെസോൺ പ്രവേശിക്കുന്നു. എന്താണ് നെക്സ്റ്റ് പ്രൊജക്ട്? ആ ഒരു ഇതിലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച്. തീർച്ചയായിട്ടും അങ്ങനത്തെ താല്പര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സത്യത്തില് ഞങ്ങളുടെ മെയിൻ പ്രൊജക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് വന്നു, അതുപോലെ JEE റിസൾട്ട് വന്നു, പിന്നെ കുറെ റിസൾട്ടുകൾ വന്ന സമയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് കേരളത്തില് നീറ്റ് റിസൾട്ട് വന്നപ്പോ 100 റാങ്കിലൊക്കെ കുട്ടികളില്ല എന്നുള്ളത് നിങ്ങൾ പ്രവർത്തന നിലകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം കേരളത്തില് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് വിവിധ, അത് വലിയൊരു പോസിറ്റീവ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് തിരിച്ചു പറയാനുള്ള ഒരു സാധനം എന്ന് വെച്ചാല്, രാവിലെ എണീക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ്. കാരണം 1ാം റാങ്ക് കിട്ടിയ കുട്ടി, 6th റാങ്ക് കിട്ടിയ കുട്ടി, 7th റാങ്ക് കിട്ടിയ കുട്ടി, ഇതൊരു പോസിറ്റീവായ സാധനമാണ്. മറ്റത് ചില ദിവസങ്ങൾ പത്രം നോക്കുമ്പോ നമ്മൾ രാവിലെ മോട്ടീവ് പിക്ചർ പരസ്യങ്ങൾ കാണുന്നു. മറ്റത് പത്രം നോക്കുമ്പോ കാണാം അവിടെ രാവിലെ നമ്മൾ ഓഫീസിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോ രാവിലെ കാണുന്ന ഇന്ന കുട്ടി ഇന്നാളെ കൊന്നു, അല്ലെങ്കിൽ ഇന്ന മകൻ, അല്ലെങ്കിൽ ഇന്ന കുട്ടി അയാളെ മൊത്തം നെഗറ്റീവ്. ഒരു പത്രത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട്, ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എന്നൊക്കെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖല വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദയവ് ഇത് ഫസ്റ്റ് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര ന്യൂസുകൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ്. നിങ്ങൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള മിസ്റ്റേക്ക്, നിങ്ങൾ പുറം രാജ്യങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ അവിടെ കൊലപാതകമൊന്നും ഫസ്റ്റ് പേജിൽ ഉണ്ടാവില്ല. ആ രാജ്യത്തുണ്ടായ അച്ചീവ്മെന്റ്സ് ആയിരിക്കും ഫസ്റ്റ് പേജിൽ ഉണ്ടാവുക. അത് നമ്മുടെ രാജ്യത്തെ അച്ചീവ്മെന്റ്സ് ഇല്ലായിട്ടാണോ? നിങ്ങൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ആദ്യത്തെ 100 റാങ്കില് ഇത്രയും അടിപൊളി സ്ഥാപനങ്ങൾ, വളരെ ബ്രാൻഡഡായ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും 100 റാങ്കിൽ, ഓൾ ഇന്ത്യ റാങ്കിൽ 100ൽ ഒരാൾക്ക് ഒരു മലയാളി കുട്ടി വന്നിട്ടില്ല. അത് ശരിക്കും ഒരു കോച്ചിങ് സെന്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ, ഒരു നിരീക്ഷണം എന്താണ്? എവിടെയാണ് നമുക്ക് പരാജയം? റഷീദ് സാറിന് തോന്നിയ ഒരു സാധനം ഉണ്ടോ, എന്തുകൊണ്ട് ഇത് ഇത്രയും കോച്ചിങ് സെന്റർ കേരളത്തിൽ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കോച്ചിങ് സെന്ററുകളുടെ ഇതിലിങ്ങനെ കേരളം ഇങ്ങനെ ഫ്ലറിഷായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു അനുഭവം എന്താണ്? എനിക്ക് തോന്നുന്നു നിങ്ങളാ പറഞ്ഞ തന്നെയാണ്, ക്വാളിറ്റി എന്നുള്ള ഒരു സംഗതി നമ്മുടെ പ്രൈമറി ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ ചിലപ്പോൾ ക്വാളിറ്റിയിലുള്ള ഒരു വേരിയേഷൻ ആവാം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സെലിബ്രേഷൻ അല്ലെങ്കിൽ മറ്റ് സംഗതികളിലേക്കുള്ള അമിതമായ കുട്ടികളുടെ ഒരു എത്തിപ്പെടൽ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു സീരിയസ് റീഡിങ്ങിനെ അല്ലെങ്കിൽ പഠനത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അക്കാഡമിസ്റ്റ് എന്ന നിലയിലുള്ള വിവരമല്ല കേട്ടോ, അത് എന്റേതായ ഒരു നിരീക്ഷണം. സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താണ് അതിന്റെ? എനിക്ക് തോന്നിയ ഒരു സംഭവം, നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചില നെഗറ്റീവ്സ് ഉണ്ട്. അതിൽ ഒരു നെഗറ്റീവ് ഞാൻ പറയാം. നമ്മുടെ കേരളത്തില് IT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇതില് പഠിപ്പിക്കണം എന്താന്ന് വെച്ചാല് ജിംബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലിങ്ങനെ ചിത്രം വരച്ച് സ്കൂളിന്റെ കവാടൊക്കെ വരച്ച് ആ കവാടത്തിൽ സ്കൂളിന്റെ പേരെഴുതി അതിങ്ങനെ ലൈറ്റ് കത്തി, ഇതാണ് 10ാം ക്ലാസ് പഠിക്കുന്ന നമ്മളിവിടുത്തെ കുട്ടികളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത്. ഇതേ സമയം ചൈനയിൽ 6 വയസ്സായ കുട്ടി AI പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് പിറകിലാന്നുള്ള അപ്ഡേറ്റഡ് അല്ല. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു CA-കാരനുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നേ. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് കിട്ടിയ സബ്ജക്ട് അക്കൗണ്ടൻസി എന്നാ പറഞ്ഞത്. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, കാരണം ഇന്ന് കേരളത്തിൽ ഫേമസ് ആണ് അദ്ദേഹം. അയാൾ CA-ന്റെ എക്സാമ്പിൾ എഴുതിയപ്പോൾ അയാൾ ഫെയിൽ ആയത് ഏതിലാണ്? അക്കൗണ്ടൻസിയിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, +1 +2 ഫുൾ മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡന്റ് അദ്ദേഹത്തിന്റെ CA എക്സാമിൽ ഫെയിൽ ആയത് അക്കൗണ്ടൻസിയിലാണെങ്കിൽ ഇപ്പൊ എവിടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ബൈ ഹാർട്ട് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സംഗതി. അതായത് കുട്ടി ക്വസ്റ്റ്യനിൽ നമ്പർ മാറിയാൽ പോലും നമ്മുടെ കുട്ടി എന്താണ് ഭയങ്കര ടെൻഷനിലാണ്. അതായത് ആ ഒരു ഓർഡർ ആവണം, എന്താണോ ടീച്ചർ പറയുന്നത്. അപ്പൊ മെസോൺ ഇതിൽ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയാ, നമ്മൾ കൂടുതൽ കുട്ടികളെ എക്സാമുകളായി ഡെയിലി എക്സാം
ഡെയിലി എക്സാമുകളുണ്ട്, വീക്കിലി ടെസ്റ്റുകളുണ്ട്, പിന്നെ എക്സാം online ഓൺലൈനായിട്ടും. അതായത് ഒരു കുട്ടിയെ നമ്മൾ 2 വർഷത്തിന് സത്യത്തിൽ ഇതൊരു സ്കൂളിംഗ് ആണ്. അത് മെസോൺ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഇതിനെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ട്യൂഷൻ സെന്റർ എന്ന് പറയുന്ന വേർഡ് ഞങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിതൊരു സ്കൂളിംഗ് ആണ്. ഞങ്ങളടുത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ലേണിംഗ് ആപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ എക്സാമുകളുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടി എന്തായാലും ഒരു ചാപ്റ്റർ കഴിയുമ്പോഴേക്കും 100-200 ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അത് ഒരേ ആൻസർ വരുമ്പോൾ വ്യത്യസ്തമായ ചോദ്യം ചെയ്യും. അങ്ങനെ കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ്. ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ എന്താ പറയുക, അവർക്ക് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ സാധനം അടിപൊളിയാവുക. നമ്മളൊരു സാധനം തന്നെ കൊടുക്കുന്നു, അതന്നെ വരുന്നു, അത് കുട്ടി എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ നെഗറ്റീവ് അല്ലേ? ഇപ്പൊ ഈ വർഷം മുതൽ കേരളത്തിൽ വലിയ പോസിറ്റീവ് ആണെന്നുണ്ടായത് എക്സാം ഹയർ സെക്കൻഡറി ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് 2010 CBSE ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വർഷം +1 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടി കുറേ ചോദ്യങ്ങൾ കാണുകയും അത് സ്വന്തമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയും അതുവഴി കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ക്രിയേറ്റിവിറ്റി ഉണ്ടാവുകയും ഇന്നോവേഷൻസ് ആ കുട്ടിയിൽ ഉണ്ടാവും. നമ്മൾ ടാസ്കുകൾ മക്ക് കൊടുക്കണം. അല്ലാണ്ട് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ വരിക, എന്നിട്ട് അതിൽ കുട്ടി ഫുൾ മാർക്ക് മേടിക്കുക, അതന്നെയാണ് നമ്മുടെ കുട്ടി. നിങ്ങളുടെ സിസ്റ്റത്തിലെ പരീക്ഷാ പേടി എന്ന് പറഞ്ഞ സംഗതി മെസോണിൽ പഠിച്ച കുട്ടിക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഓവർ ആവുണ്ടോ തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ പറയുന്നത് അത് ഭയങ്കര പ്ലസ് ആണ്. അതായത് പരീക്ഷ എഴുതുമ്പോൾ വളരെ എന്താ പറയാ മൈൻഡ് വളരെ ഫ്രീ ആയിട്ട് എഴുതാൻ പിന്നെ മെസോണിന്റെ ഡെയിലി പരീക്ഷ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു പിന്നെ വിവരം. അപ്പൊ നമ്മളുടെ പിന്നെ ചില കുട്ടികൾ റിസൾട്ടുകൾ നമ്മളിപ്പോ എല്ലാ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നത് 90% 95% ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ എക്സാമുകൾ നിങ്ങളുടെ എല്ലാം നമുക്ക് വല്ലാണ്ട് ഉപകാരപ്പെട്ടു. അതെ, കുട്ടികൾക്ക് ടാസ്ക് എക്സാം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു കുട്ടി സക്സസ് ആവണമെങ്കിൽ ആ കുട്ടിക്ക് ചില ടാസ്കുകൾ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ വേറൊരു വിഷയം റഷീദ് സാറേ, ഇന്നത്തെ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറല്ല. നിങ്ങളത് ശ്രദ്ധിച്ചോ? അവരെന്ത് ഒരു വിഷയം വരും, അത് കുറച്ച് ഞാൻ പാരന്റ്സിന് കുറ്റം പറയുന്നുണ്ട്. പാരന്റ്സ് ആണെങ്കിൽ വല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കുട്ടികൾക്ക് ടെൻഷൻ ആവുമ്പോഴത്തേന് വെറുതെ അനാവശ്യമായിട്ട് ബേജാറാവുക. ഞാൻ ചോദിക്കട്ടെ, കുട്ടിയിലേക്ക് ചില ടാസ്ക് ഇട്ട് കൊടുത്ത് അത് അവൻ എങ്ങനെയെങ്കിലും ചെയ്തു വരുമ്പോൾ അവൻ അതിൽ ചിലത് പഠിക്കാറുണ്ട്. അപ്പൊ ഞാൻ അടുത്തൊരു ദിവസം പിന്നെ എന്നെ അറിയുന്ന ഒരു ടീച്ചറിനോട് ഇങ്ങനെ വല്ലാണ്ട് പിന്നെ ടെൻഷനായിട്ട് സംസാരിക്കുന്നത്, എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ വെറുതെ ഇങ്ങനെ ടീച്ചറോട് തമാശക്ക് പറഞ്ഞേ, ഒരു ഓൺലൈൻ സ്കൂളിംഗ് സിസ്റ്റം വരിക, എന്നിട്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്യുക, ആ സ്കൂളിംഗ് സിസ്റ്റത്തിന് അണ്ടറിൽ വർക്ക് ചെയ്യാം, എന്നിട്ട് നമ്മൾ പിന്നെ പല മീറ്റിങ്ങുകളിലും മറ്റൊക്കെ നമ്മളുടെ മക്കളെ കൊണ്ടുവരുത്തുക. അപ്പൊ കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അതിന് കൂടെ പഠനം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് ചെയ്യും, ആ ഒരു റേഞ്ചിലേക്ക് മാറും. ചില ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ ആ കുട്ടി എടുക്കുന്ന ചില തീരുമാനം പ്രായത്തിന്റെ മേലേക്കുള്ള പക്വതയായിരിക്കും. അപ്പൊ നമ്മുടെ എപ്പോഴും കുട്ടികൾക്ക് ചില ടാസ്കുകൾ കൊടുത്ത് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കൊടുത്തു തുടങ്ങണം. തീർച്ചയായും എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ കഥകൾ പറയും അല്ലെ. പിന്നെന്താ പറയാ, വിജയിച്ച ആൾക്കാരുടെ സച്ചിന്റെ ഒരു കഥ ഉണ്ട്. അവന് പിന്നെന്താ പറയാ ഒരു ഗോൾഡൻ ടെക്കിൽ ഞാനൊരു നയിച്ചിട്ടിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ വേറൊരു വികലാംഗിയായ ഒരു സ്ത്രീ ഒളിമ്പിക്സിൽ ഫസ്റ്റ്. ഈ കഥകളൊക്കെ ഉണ്ടായത് എങ്ങനെയാ, ഇവരുടെ പാരന്റ്സ് കുട്ടികളെ സ്ട്രഗിൾ ചെയ്യാൻ പഠിപ്പിച്ചു. ഇതിന് തയ്യാറല്ല. നമ്മളെന്തോ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം നെഗറ്റീവ്. എപ്പോഴും നമ്മൾ വേണ്ടത് ഇമോഷണലി കണക്റ്റഡ് ആവാന്നതാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതേ, നിങ്ങളുടെ പ്രോഗ്രാമുകളിൽ മെസോൺ നടത്തുന്ന പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ഇന്ററാക്ഷനിലൊക്കെ ഒരു ഫീൽ, ഒരു നിങ്ങൾ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ ഇമോഷൻ ഫീലിംഗ് ശരിക്കും കൃത്യമായിട്ട് ചെയ്യുന്ന രൂപത്തിലുണ്ട്. ആ പല പാരൻസും അവിടെ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുട്ടികളടക്കം വാക്കുകൾ കിട്ടാതെ ഇടറുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു പിന്നെ മെസോണിന്റെ ആ ഒരു എന്താ പറയാ, എനിക്കൊരു വേർഡ്സ് കിട്ടില്ല. അതൊക്കെ തോന്നുന്നു മെസോൺ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ ഫീൽ കിട്ടിയത്. ഇതില് ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കും, മരണം വരെ സെലിബ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം. ഞാൻ ചോദിക്കട്ടെ, എന്റെ വേണ്ടപ്പെട്ട ഒരാള് എന്റെ കൂടെ ഉണ്ടാകുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അദ്ദേഹത്തിന്റെ ആബ്സെൻസ് എനിക്ക് കിട്ടുന്ന ചില ഫീലിങ്സും ഉണ്ടാകുമ്പോഴാണ് ഈ ബന്ധങ്ങൾ രസമുള്ളൂ. ഇന്ന് പലയിടത്തായിട്ട് കാണാണ്ട് പോകുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇമോഷണൽ അറ്റാച്ച്മെന്റോ ഇമോഷണൽ കണക്ഷൻസോ ഇല്ല.
കുറഞ്ഞിട്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പാരന്റ്സ് ലോൺ എടുത്തിട്ട് മറ്റും പിന്നെ അദ്ദേഹത്തിന് അവരുടെ പ്രോപ്പർട്ടിക്ക് വിറ്റ് മക്കളെ പഠിപ്പിക്കുന്നു. മക്കൾ പിന്നെ പുറം രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആകുന്നു. ഇവിടെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നു. സോ നമ്മൾ ഈ ഒരു ഘട്ടകാലത്ത് മെസോണിന്റെ ഇനീഷ്യേഷനും മെസോണിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുറച്ചൊരു വിഭാഗം കുട്ടികളെ ഇവിടെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ആ ഡെവലപ്പ് ചെയ്ത് അവര് വഴി ഇവിടെ ഒരു നല്ലൊരു തലമുറയെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമല്ലേ? കാരണം നമ്മുടെ സമൂഹം എന്നും ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാ. അപ്പൊ അവിടെ ചില കരച്ചിലുകൾ വേണം. കാരണം മനുഷ്യന്റെ ഒരു ഇമോഷനാണ് കരച്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തൊരു മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുട്ടിയുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു സെൽഫിഷായ ഒരു കുട്ടിയല്ല മെസോൺ എന്ന് ഇറങ്ങി പോവേണ്ടത് എന്ന് നിങ്ങളുടെ കൃത്യമായ ഒരു ഐഡിയോളജി അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതിനെ കണക്ട് ചെയ്തൊരു സാധനം പറയണേ. ഇപ്പോ നമ്മളിപ്പോ റഷീദ് സാർ വീട്ടില് അല്ലെങ്കിൽ നാട്ടിലൊരു വിഷയം ഉണ്ടാവുമ്പോൾ ആദ്യം പിന്നെ അവിടുത്തെ ആൾക്കാർ നമുക്ക് റഷീദ് സാർ വീട്ടിൽ പോയിട്ട് ഇതിനൊരു അഭിപ്രായം തേടാം. ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള ഒരു 10 വീട് കണ്ടെത്തുക. ഒരുപാടൊന്നും പോകണ്ട, 10 വീട് കണ്ടെത്തുക. അവിടെയുള്ള ആ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കുക. അതിൽ പാവപ്പെട്ടവരുണ്ടാവാം, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട്, എന്ത് അയൽവാസി പട്ടിണി കെടുക്കുമ്പോ വയറു നിറച്ച് ഉണ്ണുന്നവൻ എങ്കിൽ പെട്ടവനല്ല എന്നുള്ള കുറെ പ്രവാചകന്റെ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കേൾക്കാനോ അല്ലെങ്കിൽ പിന്നെ പ്രസംഗത്തിനോ പറയാനുള്ള ഇത് പലപ്പോഴായിട്ട് നമ്മളുടെ ഇനിയിപ്പോ പ്രവാചകന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ആയാലും പിന്നെ ബുദ്ധനായാലും ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ സമൂഹത്തിൽ സേവനം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടി ചുറ്റുഭാഗത്തുള്ള ഏതെങ്കിലും 1-2 കുട്ടി പിന്നെ ഫാമിലിയെ കണ്ടെത്തുക, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, അവരെ സഹായിക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഞാനും എന്റെ കുടുംബവും എന്റെ ആ ഒരു വലിയൊരു കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് അപ്പുറത്തുള്ള ഒരു വിഷയത്തിൽ ഇടപെടേണ്ടാന്ന് തീരുമാനം എടുത്ത് അതാണ് ലൈഫ്, അതാണ് അടിപൊളി, അതാണ് പ്രീമിയം എന്നൊക്കെ കാണുന്ന പാരന്റ്സ് ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു കുട്ടി അവൻ ക്വാളിഫൈഡ് ആവണം, അവന് ഗംഭീരമാവണം, അവന് വലിയ രീതിയിലുള്ള പ്രൊഫൈൽ ഉണ്ടാവണം. ആ പ്രൊഫൈൽ കൊണ്ട് അവന്റെ നാട്ടിൽ ഒരു ഉപകാരം ഉണ്ടാവുമ്പോഴാണ് ആ കുട്ടി ആ ഒരു നാടിന് ഒരു അസറ്റായിട്ട് മാറുക. അല്ലെങ്കിൽ സാധാ ഡമ്മിയല്ല അവന്. ഞാൻ എന്തെങ്കിലും ഒരു റോബോട്ട് മേടിച്ചു, ആ റോബോട്ട് എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് ചെയ്യേണ്ട എല്ലാ സാധനവും ചെയ്യുന്നത്. അത് എനിക്ക് മാത്രമല്ല, ആ റോബോട്ട് നമ്മുടെ കുട്ടികള് റോബോട്ടുകളാക്കി നിങ്ങൾ മാറ്റരുത് പ്ലീസ്. അതിന്റെ സോഷ്യൽ കമ്മിറ്റഡ് ആയ ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നും കൂടി അത് ഒന്നാമത്തെ ലക്ഷ്യം. ഐഡിയോളജി. യെസ്, കറക്റ്റ്. റാഷി സാർ, വളരെ സന്തോഷം. നിങ്ങളായിട്ട് ഇത്രയും നേരം സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. കാരണം പിന്നെ ഒരു കോച്ചിങ് സെന്റർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എല്ലാ വിഷയവും സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു സംഗതിയാണ്. എല്ലാ വിഷയത്തിലും റാഷി സാറിന് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പം അത് പൊതുവെ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, കുട്ടികളുടെ ഇമോഷൻസ്, സെലിബ്രേഷൻസ്, ഇങ്ങനെ ഒരുപാട് സംഗതികളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. വെറുതെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുക എന്നതിനപ്പുറത്ത് കൃത്യമായ ലക്ഷ്യങ്ങളോടെ അല്ലെങ്കിൽ പിന്നെ ഒരു തലമുറ, പുതിയ വരുന്ന ഒരു തലമുറ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് റാഷി സാറിന് അതിന് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ആ ഐഡിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വലിയ ടീമുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ അത് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, വലിയൊരു ടീം തന്നെയാണ് എൻ്റെ പിന്നിലുള്ളത്. ആ ടീമിന്റെ സ്ട്രെങ്ത് ആണ് അദ്ദേഹത്തിന് ഇത്രമാത്രം ഈ ഐഡിയോളജിക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ എനിക്ക് പിന്നെ റാഷി സാറിന്റെ ഇതിന് പറയാനുള്ളത്, നമ്മുടെ മെസോണിന്റെ കുട്ടികളോട് ഇപ്പോൾ 1500ഓളം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത്തരം കുട്ടികളോടും അതുപോലെ അവരുടെ പാരൻസിനോടും ഒക്കെ നമ്മുടെ മെസോണിന്റെ ഫൗണ്ടർ എന്ന നിലയിലും പിന്നെ ഇതിന്റെ CEO എന്ന നിലയിലൊക്കെ എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? അതിനോടൊപ്പം തന്നെ ഞാൻ ചോദിക്കാം, നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് ഇപ്പൊ നിങ്ങൾ കൊമേഴ്സിലേക്കും കൂടി വരുന്നുണ്ടെന്നാണ് എൻ്റെ സാറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പിന്നെ അതും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇതിലൊക്കെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനും കൂടി നിങ്ങളുടെ അടുത്ത് ശക്തമായ ടീമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇത്രമാത്രം ധൈര്യത്തിൽ അതിൽ പുറപ്പെടില്ല എന്ന് തന്നെയാണ്. ഇതില് വലിയൊരു ചോദ്യവും വലിയൊരു ഉത്തരം വരേണ്ട ഒരു സാധനമാണ്. ഞാൻ ആദ്യം എങ്ങനെ മാനേജ് ചെയ്യുന്ന ചോദിച്ച സാധനം സത്യത്തില് പിന്നെ എന്താ പറയാ, ഞങ്ങളൊരു വ്യക്തമായ സ്ട്രക്ചർഡ് ടീമുണ്ട്. അതായത് 4 പേരാണ് ഞങ്ങളുള്ളത്. 4 പേരും 4 ദിശയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ പിന്നെ ഞാനൊരു ആശയം പറയുമ്പോൾ അതൊരു ടീമായി ഡിസ്കഷൻ നടക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളത് ചർച്ച ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടീം ആയിട്ട് നമ്മളൊരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോയാൽ
അതിൽ എന്തായാലും 100% സക്സസ് ഉണ്ടാവും. പിന്നെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജെന്യുവനായിട്ട് ഒരു നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് കൊണ്ട് ഇറങ്ങിയാൽ നമ്മൾ പോലും അറിയാതെ അതിലൊരു സക്സസ് ഉണ്ടാവും. കാരണം 4 വർഷം മുന്നേ തുടങ്ങിയ സ്ഥാപനം ഈ പറയുന്ന നാടുകളിലെ കോച്ചിങ് സെൻ്ററൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മാന്ത്രികമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ടീമിൻ്റെ എന്താ പറയുക വിഷൻ എന്ന് പറയുന്നത് അത് ഈ നാടിന് ആവശ്യം മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. ഇനി എന്താണ് ഞങ്ങളുടെ ഭാവി പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ, ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിലവിൽ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു, പിന്നെ മക്കൾക്ക് വലിയ ടഫ് സിറ്റുവേഷൻ വരും, മക്കള് ബ്രേക്ക് ആവുകയാണ്. ഈ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫെസിലിറ്റികൾ നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതൊക്കെ നിലവിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ ഒരു വലിയൊരു എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ കുട്ടി നമ്മളടുത്ത് വന്ന് അവർ ചെറിയ ക്ലാസ് മുതൽ പഠിച്ച് അവനൊരു വലിയൊരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവൻ്റെ സ്വഭാവത്തിലും മാറ്റം വരുത്തുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മളടുത്ത് ഇറങ്ങിപ്പോകുന്ന കുട്ടി ആ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഞാനൊക്കെ എപ്പോഴും മക്കളോട് പറയാറുള്ളത്, എടാ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചതിന് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടായിട്ടൊക്കെ നമ്മൾ മരിക്കാവും. നമ്മൾ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പൊളൈറ്റ്നെസ് കൂടണം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിലൊരു സ്പിരിച്വാലിറ്റി നമ്മൾ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നാളെ കാലം ഇവിടെ എന്ത് ചെയ്യും, തെളിയിക്കപ്പെടും, അല്ലെങ്കിൽ ആ കാലം എഴുതപ്പെടും. നമ്മൾ മരണത്തിന് ശേഷം നമ്മളെ കുറിച്ച് സംസാരിക്കണ്ടേ? കാരണം നമ്മൾ എന്താ പറയുക, ഗാന്ധിജിയെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ ഇവരെന്തോ ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ എത്ര ജനങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അടയാളപ്പെടുത്തലുകൾ നിർബന്ധമാണ്. അതിന് നമ്മൾ ഉദ്ദേശം. അപ്പോൾ മക്കളോടും പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ അടിപൊളിയാവുക, പ്ലാൻ ചെയ്യാം. റാഷി സാർ, നിങ്ങളുടെ സംസാരത്തിന് എനിക്ക് കിട്ടിയ ഒരു സംഗതി, നിങ്ങൾ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എന്നാണ്. പണിപ്പുരയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നാട്ടിൽ ഒരുപാട് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസുകളുണ്ട്, വിവിധ വലിയ ബ്രാൻഡുകളായ സ്ഥാപനങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ മേഖലയിലേക്ക് ചുവട് വെക്കുകയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളെ മെസോൺ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് എങ്ങനെയായിരിക്കും വ്യത്യസ്തമാകുന്നത്? നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, സ്കൂളിന്റെ പഠന സമയം കൂട്ടി. അതായത് 6 മണിക്കൂറുള്ളത് അരമണിക്കൂർ കൂടിയല്ലേ, അത് അരമണിക്കൂർ കൂട്ടി. സത്യത്തില് എന്താ പറയാ, അതിന് ആവശ്യമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം തന്നെ മാറ്റണം. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചയാവും. സ്കൂള് കുട്ടി രാവിലെ 8 മണിക്ക് സ്കൂളിൽ എത്തുകയും ഒരു 1:30 ആകുമ്പോഴേക്കും കുട്ടിയുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഉച്ചക്ക് 1:30 അതുവരെ മതി. എന്ന് വെച്ചാൽ ഒരു 5 മണിക്കൂർ അടിപൊളിയല്ല, വലിയ ഫ്രഷ് മൈൻഡിൽ 5 മണിക്കൂർ. പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമുള്ള കുട്ടികളൊക്കെ വല്ലാണ്ട് ഡൗൺ ആണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ മക്കള് എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേന് സമയം ഒരുപാടാവും. മൊത്തത്തിൽ ഒരു ഹാഗ് അറിവറിയാവും. അപ്പം മെസോണിന്റെ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8 മണി മുതൽ 1:30 വരെ ക്ലാസ്. ഇതിൽ കുട്ടി ഫ്രീ ആവും, കുട്ടിക്ക് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാം, എന്തും ചെയ്യാം. അത് കഴിഞ്ഞ് രാത്രി കുട്ടി പഠനത്തിലേക്ക് ഇരുന്ന് ഒരു 10-10:30 ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടി കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എണീക്കാം. അപ്പൊ ഈ സാധനം പറയുമ്പോൾ നമ്മൾ ചില മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അപ്പോൾ പഠിക്കാം. ഞാൻ ഇതിനൊക്കെ എതിരാണേ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എതിരെന്ന് പറയാൻ കാരണം, റഷീദൊക്കെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, രാത്രി കണ്ണു കാണാത്ത ജീവികളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ റഷീദ്ക്കാർക്ക്? കണ്ണു കാണാത്ത ജീവികൾ മനുഷ്യന് രാത്രി കണ്ണു കാണും? കാണില്ല. മനുഷ്യന് രാത്രി കണ്ണ് കാണാത്തത് കൊണ്ടാണ് ലൈറ്റ് വെക്കുന്നത്. അപ്പൊ രാത്രി എന്തുകൊണ്ടാണ് ഒരു ജീവിക്ക് കണ്ണ് കാണില്ലെങ്കിൽ ആ രാത്രി ജീവിന്റെ പണി എന്താ? റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ ഈ പിന്നെ പ്രപഞ്ചത്തില് രാവും പകലും ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ കംപ്ലീറ്റ് സമയം സൂര്യൻ ഉദിക്കുക, നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ പണിയെടുക്കുക. ഇത് മൊത്തത്തിൽ മനുഷ്യന്റെ ലൈഫ് റൂട്ടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. ഈ പിന്നെ രാത്രി നമ്മൾ കൃത്യമായിട്ട് 9 മണി 10 മണിക്ക് കിടന്നുറങ്ങി രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ എണീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു പോസിറ്റീവ് എനർജിയുള്ള മനുഷ്യനായിട്ട് മാറുക. നമ്മൾ നേരൊക്കെ തല തിരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലൊക്കെ. അപ്പോൾ മെസോൺ ആ ഒരു സിസ്റ്റമാണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. കുട്ടിയെ രാവിലെ നേരത്തെ എണീക്കുകയും എന്നിട്ട് ഉച്ചയാകുമ്പോൾ കുട്ടി ഫ്രീ ആവുകയും പിന്നെ കുട്ടിക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബുക്കുകൾ വായിക്കണം, ഒരുപാട് വിഷയങ്ങൾ കുട്ടികൾ ഇടപെടണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യണം, ഇതിനൊക്കെ കുട്ടികൾ സമയം വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുക, രാത്രി പഠിക്കുക, നേരത്തെ ഉറങ്ങുക. ഇങ്ങനെ ആവുന്ന സമയത്ത് ആ കുട്ടിക്ക് ലൈഫിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. ഇതാണ് മെസോണിന്റെ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിന്റെ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ അക്കാഡമിക്ക് പോകും, അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. റിസൾട്ടുകൾ അടിപൊളിയായതുകൊണ്ട് അതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സംഗതിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്കും തോന്നുന്നത്. കാരണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോകാനോ ഇന്നത്തെ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ സമയമില്ല. അപ്പൊ ആ സമയം നമ്മൾ കൊടുക്കുന്നു. കുട്ടി നേരത്തെ ഉറങ്ങുന്നു, നേരത്തെ എണീക്കുന്നു, പിന്നെ പഠിക്കുന്നു, മറ്റ് എല്ലാ സംഗതികളും ഇതൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു വിപ്ലവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അപ്പോ എല്ലാ ഭാവുകങ്ങളും എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു നിങ്ങളുടെ പുതിയ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ്. താങ്ക്സ്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.